യേശുവേ ആരാധന ശബ്ദമുയർത്തി സ്തുതിച്ചേ. കരങ്ങളുയർത്തി ശബ്ദമുയർത്തി സ്തുതിച്ചേ. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം വന്ന് നിറയട്ടെ. അനുഗ്രഹം, അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം, ഈശോയുടെ അനുഗ്രഹം, കൃപ, സൗഖ്യം, സൗഖ്യം, അഭിഷേകം, 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 ശക്തി, കൃപ, വിജയം. ആരാധന 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 കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, അനുഗ്രഹം നൽകണമേ. കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ, അശുദ്ധ വിചാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധി പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ കുട്ടികളുടെയൊക്കെ പരീക്ഷകളൊക്കെ അടുത്തു വരുന്ന സമയങ്ങളാണ്. നമുക്കെല്ലാ മക്കൾക്കും നല്ലതുപോലെ പഠിക്കാനുള്ള ജ്ഞാനവും ഓർമ്മശക്തിയൊക്കെ ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 15-ാം തിരുവചനം നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കാം. 1 കൊറിന്തോസ് 2:15. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. Praise the Lord. Praise the Lord. Hallelujah. 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 സ്നേഹമുള്ളവരെ, ആത്മീയ മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നന്മയുടെ രൂപത്തിൽ പല തിന്മകളും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മളുടെ മക്കളുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ആത്മീയ മനുഷ്യരായാലാണ് നമുക്ക് നന്മ തിരിച്ചറിയാനുള്ള ജ്ഞാനമുണ്ടാവുക. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഒരച്ഛൻ എഴുതിയൊരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. അച്ഛൻ്റെ വീട് ഒരു മലയുടെ അടുത്താണ്. അപ്പോൾ ഇങ്ങനെ മഴക്കാലത്ത് മലവെള്ളം കുത്തി ഒഴുകുന്ന സമയത്ത് ഈ അച്ഛൻ്റെ അപ്പച്ചൻ മീൻ പിടിക്കാൻ പോകാറുണ്ട്. ഇപ്പോൾ ഈ അച്ഛൻ്റെ അപ്പച്ചൻ ഈ മഴക്കാലത്ത് മലവെള്ളം കുത്തി ഒഴുകുമ്പോൾ നമുക്കറിയാം നല്ല മഞ്ഞ കളറിലുള്ള വെള്ളമായിരിക്കും, തെളിനീരല്ല. അപ്പോൾ അതിനിടയിൽ ഒത്തിരി മീനൊക്കെ ഒഴുകി വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ അപ്പച്ചന് മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ രാത്രിയിൽ ചെറിയൊരു വെളിച്ചവുമായിട്ട് പോകും. അപ്പച്ചൻ അങ്ങനെ ഈ അച്ഛൻ എഴുതിയിരിക്കുന്ന അനുഭവമാണ്. അപ്പച്ചൻ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി ഒരു ചെറിയ കൊട്ടയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് രാത്രിയിൽ ഒത്തിരി മത്സ്യങ്ങളെ കിട്ടും. അപ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടെയാണ് അദ്ദേഹം ആ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. അതിനുശേഷം അപ്പച്ചൻ രാത്രി കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഈ മക്കളെയൊക്കെ വിളിച്ച് ഈ കൂടയൊക്കെ തുറന്നു നോക്കും. പലപ്പോഴും ഈ മലവെള്ളത്തിൻ്റെ സമയത്ത് ഈ കൂട തുറന്നു നോക്കുമ്പോൾ അപ്പച്ചൻ പലപ്പോഴും മീനെന്ന് കരുതി പിടിച്ചിട്ടതിൽ പകുതി പാമ്പുകളായിരിക്കും. അപ്പോൾ ഈ കൊച്ചു പാമ്പുകൾ, ഈ മീനിനെ പോലെ ഇരിക്കുന്ന പാമ്പുകൾ മലവെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരും.
അപ്പോൾ അത് തിരിച്ചറിയാൻ രാത്രിയിൽ വേണ്ടത്ര വെളിച്ചമില്ലാത്തപ്പോൾ സാധിക്കാത്തത് കൊണ്ടാണ് മീനെന്ന് കരുതി അവയെ ഈ തൻ്റെ കൂടയിൽ അദ്ദേഹം പിടിച്ചിടാറ്. അപ്പോൾ അച്ഛൻ ഈ സംഭവം പറഞ്ഞിട്ട് അച്ഛന് ഒരു ചെറിയൊരു ഉദാഹരണം, ഒരു ഉപദേശമാണ് നൽകുന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളും നന്മയാണെന്ന് കരുതി ചെയ്യുന്ന പലതും, അല്ലെങ്കിൽ നന്മയാണെന്ന് കരുതി നമ്മൾ ഏർപ്പെടുന്ന ചില ബന്ധങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തിന്മകളായി മാറാം. നമുക്ക് ജ്ഞാനക്കുറവ് കൊണ്ട് അത് പിന്നീട് വലിയ അപകടത്തിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അപ്പോൾ അതുമൂലം സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അതുമൂലം നമ്മുടെ അധ്വാനം നഷ്ടപ്പെട്ടു പോകുന്നു, ചിലപ്പോൾ വലിയ കഷ്ടതകളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം കടന്നു പോകുന്നു. ഈ കാലഘട്ടത്തിലെ ഓരോ സംഭവങ്ങൾ പത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാനാകാതെ മനുഷ്യർ വഴിതെറ്റിപ്പോകുന്ന സംഭവങ്ങളാണ് പലപ്പോഴും നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഈ നാളുകളിൽ ഇറങ്ങിയ ചില സിനിമകളൊക്കെ കണ്ടതിന് ശേഷം സംഭവങ്ങളിലേക്ക് പോയ അനേകം മരണങ്ങളും കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളൊക്കെ പത്രങ്ങളിൽ വാർത്തയാകുന്നുണ്ട്. ചില സിനിമകൾ കണ്ടു, ആ സിനിമയുടെ മോഡലിൽ ചില കൊലപാതകങ്ങൾ നടത്തി. കൊച്ചു കുട്ടികൾ പോലും 10ാം ക്ലാസ്സിലും +1 +2 പഠിക്കുന്ന കുട്ടികൾ പോലും ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നു. സ്കൂളിലെ ചെറിയ കൊച്ചു പ്രശ്നങ്ങൾ പോലും വലിയ സംഘർഷങ്ങളായി മാറി. കുട്ടികൾ തമ്മിൽ കത്തിക്കുത്തുണ്ടാകുന്നു, കുട്ടികൾ കുത്തി മരിച്ച സംഭവങ്ങൾ കുട്ടികളുടെ ഇടയിലുണ്ടാകും. അപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാനാകാതെ പല ആധുനിക കാലഘട്ടത്തിലെ പല സിനിമകളും മാധ്യമങ്ങളും ഒത്തിരിയേറെ കുട്ടികളുടെ ജീവിതത്തിലും ദമ്പതികളുടെ ജീവിതത്തിലും എല്ലാം ഒത്തിരി പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ആത്മീയ മനുഷ്യർക്ക് മാത്രമാണ് നല്ലതേതാണ് നല്ലതല്ലാത്തത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ അടുത്ത ദിവസം നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു സംഭവം ഈ പുതുപ്പാടി വില്ലേജിൽ, പുതുപ്പാടി ഗ്രാമത്തിലുണ്ടായി. നമുക്കറിയാം, എൻ്റെ വീട് ചാലക്കുടി ആയതുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ പലരും ഫോൺ ചെയ്ത് വിളിച്ചു. അത് നടന്നത് അച്ഛൻ്റെ ആശ്രമത്തിൻ്റെ അടുത്താണോ എന്നൊക്കെ ചോദിച്ചു. നമുക്കറിയാം, ഇവിടെ അടുത്ത പ്രദേശത്ത് ഒരമ്മയെ മകൻ വെട്ടിക്കൊന്ന വാർത്ത ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു. അമ്മയെ വെട്ടിക്കൊന്നതിന് ശേഷം ആ മകൻ പോലീസിനോടും മാധ്യമപ്രവർത്തകരോടും ആ മകൻ പറഞ്ഞതാണ്, എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കി കഴിഞ്ഞു. ഒരു മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കി കഴിഞ്ഞു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ എന്താണ് വായിക്കുക? മക്കളോട് ദൈവം ചോദിക്കുന്നുണ്ട്, മകനെ, നിനക്ക് ജന്മം നൽകിയ പിതാവിനും നിന്റെ മാതാവിനും അതിന് പകരമായിട്ട്, ആ അനുഗ്രഹത്തിന് പകരമായിട്ട് നീ എന്തു കൊടുക്കും? നീ എന്തു കൊടുത്താലും മതിയാവുകയില്ല എന്നാണ് വചനം പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ. 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 തീർച്ചയായിട്ടും ആ മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നത് സുബോധത്തോടു കൂടെയല്ല, മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരിങ്ങനെ മയക്കുമരുന്നിന് അടിമകളാകുന്ന ഒത്തിരിയേറെ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒത്തിരിയേറെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ് മയക്കുമരുന്നിന് അടിമകളാകുന്ന കുട്ടികൾ. അവർക്ക് നല്ലതേതാണ് മോശമേതാണ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവർ കാണുന്നതും കേൾക്കുന്നതും അവർ വിശ്വസിക്കുന്നു, അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിലെ പല സിനിമകളും അക്രമ സംഭവങ്ങളിലേക്ക് മക്കളെയും ചെറുപ്പക്കാരെയും പറഞ്ഞു വിടുന്നു. പല കുടുംബങ്ങളിലും വലിയ പ്രതിസന്ധികളുണ്ടാകും. 2 ദിവസം മുമ്പ് കേരളത്തിൽ നടന്നൊരു വാർത്ത വായിച്ചത്, അതിപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, എങ്കിലും ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ സംഭവം ഇതായിരുന്നു. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ 16 വയസ്സുള്ള കുഞ്ഞിനോട് ഡോക്ടേഴ്സും പോലീസും ചോദിച്ചു, ആരാണ് ഇതിന് ഉത്തരവാദി? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ് അവരെ ഞെട്ടിച്ചത്. ആ പെൺകുട്ടിയുടെ തന്നെ 14 വയസ്സുള്ള അനുജനാണ് അതിന് ഉത്തരവാദി. അപ്പോൾ സ്വന്തം സഹോദരനാണ് അതിന് ഉത്തരവാദി. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാണ്.
അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രസവം പോലും ഒരു തമാശയായി കുട്ടികളുടെ ഇടയിൽ മാറുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കാത്തതിൻ്റെ വലിയ പ്രതിസന്ധികൾ നമ്മുടെ സ്കൂളുകളിലേക്കും നമ്മുടെ കോളേജുകളിലേക്കും ദാമ്പത്യ ജീവിതങ്ങളിലേക്കും ഒക്കെ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ആത്മീയ മനുഷ്യർക്ക് മാത്രമാണ് നല്ലതേതാണ് തെറ്റേതാണ് ഈ കാലഘട്ടത്തിലെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആത്മീയ മനുഷ്യരായി തീരാൻ നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിലുള്ളവരും ആത്മീയ മനുഷ്യരായി തീരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതി 1-ാം ലേഖനം 2:15 പറയുന്ന, ആത്മീയ മനുഷ്യരാണ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സോളമൻ രാജാവ് ലോകപ്രശസ്തനാണ്. വചനത്തിൽ പറയുക, സോളമനെ പോലെ ഒരു രാജാവ് അതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അത്രയും ജ്ഞാനിയായിരുന്നു സോളമൻ രാജാവ്. സോളമൻ രാജാവിനോട് ദൈവം ചോദിച്ചു, നിനക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സോളമൻ പ്രാർത്ഥിച്ചത് 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സോളമൻ രാജാവ് പ്രാർത്ഥിച്ചത് സമ്പത്തിനു വേണ്ടിയല്ല, സോളമൻ രാജാവ് പ്രാർത്ഥിച്ചത് അധികാരത്തിനു വേണ്ടിയല്ല, സോളമൻ രാജാവ് പ്രാർത്ഥിച്ചത് ലോകത്തിലൊരു നേട്ടത്തിനും വേണ്ടിയല്ല, ജ്ഞാനത്തിനു വേണ്ടിയാണ്, ദൈവം തരുന്ന ജ്ഞാനത്തിനു വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, ഈ ജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചാലേ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഒരു നല്ല ജീവിതം നയിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളും സ്വാർത്ഥത നിറഞ്ഞ തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല. നല്ല തെരഞ്ഞെടുപ്പുകൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 13-ാം അധ്യായത്തിൽ, അവിടെ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ജീവിതത്തിലൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രാഹമാണ് വാസ്തവത്തിൽ ലോത്തിനെ ഒക്കെ രക്ഷിച്ച് ആ പ്രദേശത്ത് എത്തിക്കുന്നത്. പക്ഷെ രണ്ടുപേരും വളർന്നു വലുതായതിനു ശേഷം അവരുടെ ഇടയന്മാർ വെള്ളത്തെ പ്രതി വഴക്കടിക്കാൻ തുടങ്ങി. അപ്പോൾ അബ്രാഹം വളരെ സൗമ്യമായിട്ട് ലോത്തിനോട് പറയുകയാണ്, നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ തമ്മിൽ വഴക്കടിക്കാൻ പാടില്ല, അതുകൊണ്ട് ദേശം മുഴുവനും നിന്റെ മുമ്പിലുണ്ട്, ഈ ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ അതെടുത്തുള്ളൂ, ഞാൻ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിക്കൊള്ളാം, അപ്പുറത്തെ ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ അതെടുത്തുകൊള്ളൂ, ഞാൻ ഇപ്പുറത്തേക്ക് പോയിക്കൊള്ളുക. എത്ര വിശാലമായ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു അബ്രാഹം. സ്നേഹമുള്ളവരെ, തുടർന്ന് വചനത്തിൽ നമ്മൾ പ്രായിക്കുന്നു, അവിടെ 13-ാം അധ്യായം 9-10 തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുകയാണ്, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു. ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അബ്രാഹാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഏറ്റവും സമൃദ്ധിയായിട്ടുള്ള, ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണിൽ തൻ്റെ കണ്ണുടക്കി ഈ സഹോദരൻ അത് തിരഞ്ഞെടുത്തപ്പോൾ അബ്രാഹാം വഴക്കടിക്കാനൊന്നും പോയില്ല. അബ്രാഹാം പറഞ്ഞു, നീ നിനക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അബ്രാഹത്തിന് കിട്ടിയ സ്ഥലം മുള്ളും മുൾച്ചെടികളും ഒക്കെയുള്ള മലകളും കുന്നുകളുമൊക്കെയായിരുന്നു. പക്ഷെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞു. സമൃദ്ധമായി ലോത്ത് കണ്ട് തെരഞ്ഞെടുത്ത ആ ഭൂമി പിന്നീട് നാശഭൂമിയായി മാറുകയാണ്. പാപം പെരുകി ദൈവം തീയും ഗന്ധകവും അയച്ച് ഈ സോദോം ഗൊമോറ നഗരങ്ങളെ, ഈ സമൃദ്ധമായ നഗരങ്ങളെ നശിപ്പിച്ചു കളയുന്ന
ഭീകരമായ കാഴ്ചയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ ലോകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചരിത്രത്തിൽ, മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആരൊക്കെ സഹോദരങ്ങളെ പറ്റി ചിന്തിക്കാതെ സ്വാർത്ഥമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ അവരുടെ ജീവിതങ്ങളിലൊക്കെ സോദോം ഗൊമോറയുടെ അനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഉള്ളതിൽ ഏറ്റവും നല്ലത് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ സഹോദരന് കിട്ടുന്നത് മുള്ളാണ്, മുൾച്ചെടികളാണെന്ന് ചിന്തിക്കാനുള്ള യുക്തിയോ ന്യായമോ ആ ലോത്തിനില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ സ്വാർത്ഥത കൊണ്ട് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു. പക്ഷേ ആ സ്ഥലങ്ങളൊക്കെ പിന്നീട് നശിച്ചു പോവുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ സ്വാർത്ഥത നിറഞ്ഞതും മറ്റുള്ളവരെ മാനിക്കാത്തതുമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തകർച്ചകളും ദുരിതങ്ങളുമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ആത്മീയ മനുഷ്യർക്കാണ് നല്ലത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവരുടെ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുക, അവരുടെ മക്കളാണ് അനുഗ്രഹിക്കപ്പെടുക എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, ആത്മീയ മനുഷ്യരായി തീരാൻ നമുക്ക് ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നല്ലത് തിരിച്ചറിയാനും നന്മയുടെ രൂപത്തിൽ കടന്നു വരുന്ന തിന്മകളെ തിരിച്ചറിയാനും നമ്മുടെ മക്കൾക്ക് അഭിഷേകമുണ്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ എളുപ്പമല്ല. കാരണം അവരുടെ ചുറ്റുപാടും നന്മ പോലെ തിന്മകളാണ് വിളയാടുന്നത്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും മാതാപിതാക്കളൊക്കെ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തില്ല എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 16-ാം വയസ്സിൽ സ്വന്തം അനുജനിൽ നിന്ന് പ്രസവിക്കുന്നത് പോലും തമാശയായി കാണാനേ ഈ തലമുറയ്ക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് മക്കളെയും കുടുംബത്തെയൊക്കെ സമർപ്പിച്ച് അവർക്ക് ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ പിശാച്, തിന്മയുടെ ആത്മാവ് നന്മയുടെ രൂപത്തിൽ തിന്മകളിലേക്ക് അവരെ കൊണ്ടുപോയി നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും തകർക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അമ്മയെ കൊന്നത് അത് ശിക്ഷാവിധി പൂർത്തിയാക്കിയതായി എന്ന് പറയുന്ന മക്കളുള്ള ഈ ലോകത്ത് അമ്മമാര് ജീവിക്കുമ്പോൾ ഇനി സൂക്ഷിക്കണം. അപ്പന്മാര് കിടന്നുറങ്ങുമ്പോൾ സൂക്ഷിക്കണം. സഹോദരങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കാരണം എൻ്റെ മകനോ മകളോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ വെട്ടുകത്തി തലയിൽ വീഴുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് ജ്ഞാനമുണ്ടാകുവാൻ, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ജ്ഞാനമുണ്ടാകുവാൻ നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. പലവിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട് നന്മ പോലെ തിന്മയെ കരുതുന്ന എല്ലാവരും സത്യം തിരിച്ചറിയാൻ നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളും കുടുംബങ്ങളുമൊക്കെ ആത്മീയ മനുഷ്യരായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം ആലപിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എൻ്റെയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ മകൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ മകളുടെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം. അവരെന്തിനൊക്കെ അടിമകളാണ്. ആധുനികമായ സോഷ്യൽ നെറ്റ്വർക്ക്സിനും പുതിയ പുതിയ സിനിമകൾക്കും ഒക്കെ അടിമകളാണോ എൻ്റെ മകനും മകളും? എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ പുറകെയാണോ എൻ്റെ മക്കൾ? പഠിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ചെറിയ ചെറിയ വഴക്കുകൾക്ക് പോലും കത്തിയും കടാരയും പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ടോ? വാശിയും വൈരാഗ്യവും പുതിയ സിനിമകളിലേതുപോലെ വാശിയും വൈരാഗ്യവും വെട്ടിയും കൊലപ്പെടുത്തിയും തീർക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ മക്കളുടെ മനസ്സ് മാറിപ്പോകുന്നുണ്ടോ? നമ്മളത് ഈശോയ്ക്ക് സമർപ്പിക്കണം. മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഈ തലമുറകൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരനാണ് എൻ്റെ അനുജനെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം എൻ്റെ മക്കൾക്കുണ്ടോ, എൻ്റെ മകൾക്കുണ്ടോ? എൻ്റെ ചേച്ചിയാണ് എൻ്റെ വീട്ടിലുള്ള സഹോദരി എന്ന് തിരിച്ചറിയാനുള്ള, എൻ്റെ രക്തമാണ്, ഒരേ രക്തമാണ് അവരിൽ ഓടുന്നത് തിരിച്ചറിയാനുള്ള ജ്ഞാനം മക്കൾക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. അതെ, ആത്മീയ മനുഷ്യരായി മാറേണ്ടതുണ്ട്.
ആത്മീയ ജ്ഞാനം എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളോടെ നമ്മൾ എടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നേട്ടവും അനുഗ്രഹമായി മാറില്ല. അവിടെയെല്ലാം ഒരു സോദോം ഗൊമോറ കാത്തിരിപ്പുണ്ട്. ഏറ്റവും ദൈവത്തിൽ ആശ്രയിച്ച് നല്ല തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിലെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവായ യേശുവേ, നന്മയുടെ രൂപങ്ങളിൽ കടന്നു വരുന്ന തിന്മകളെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അനുഗ്രഹം നൽകണമേ. നന്മയുടെ രൂപത്തിൽ കടന്നു വരുന്ന തിന്മകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, 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 കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കും. ശക്തമായി കരമടിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പാടാം. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിക്ഷയിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിക്ഷയിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സന്തോഷത്തോടെ ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് തൂമഞ്ഞ് പോലെ പറന്നിറങ്ങാൻ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് ശക്തമായി കരമടിച്ച് നമുക്ക് പാടാം. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ നീനിൻ ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. നീനിൻ ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. കൃപയാ വരണേ. പറന്നിറങ്ങിടണേ. സിഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. സിഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിക്ഷരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ഹല്ലേലൂയ, 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 കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കുട്ടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. യേശു നാമത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ ഭിന്നതകൾ മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ ജ്ഞാനം ലഭിക്കട്ടെ. ജ്ഞാനം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. ഈശോയെ ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത്. ഈശോയെ ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കണമേ. ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ പരിശ്രമിച്ചിട്ടും ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ജീവിതത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ കാളവണ്ടി മുമ്പോട്ട് പോകുന്ന പോലെ പതുക്കെ പതുക്കെ പോകുന്നു. അതിനാൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 100-ലധികം പേരെ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഒരു പോലീസ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആ വ്യക്തി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആ വ്യക്തി അതുകൊണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യൂറിനറി ബ്ലാഡറിൽ തകരാറുണ്ട്. യൂറിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയാതെ പോകുന്നു. ഇങ്ങനെ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീട്ടിലെ വളർത്തുമൃഗങ്ങൾ കുറച്ചു നാളുകളായിട്ട് ചത്തുപോകുന്നു. അങ്ങനെ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കൂടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. അങ്ങനെ വലിയ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന 27ഓളം കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ, ഫൈബ്രോയിഡ്, ബ്ലീഡിങ്, അതുപോലെ പലതരത്തിലുള്ള അസ്വസ്ഥതകളുള്ള 7 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പല്ലുകൾ ദ്രവിക്കുക, മോണയിൽ പഴുപ്പുണ്ടാവുക, വായിൽ നിന്ന് ദുർഗന്ധം വരിക, ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകളുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. 30 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം നടന്നിട്ടില്ല. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന 8 പേരുടെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നു. അവർക്ക് വിവാഹങ്ങൾ ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിന് ഒരു പുതിയ ഭവനം പണിയാനും കർത്താവ് അവരുടെ കയ്യിൽ ഒരു പുതിയ താക്കോല് വെച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നൽകുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള 3 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർത്താത്ത ചുമയുള്ള 9 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കൾ വേണ്ട വിധത്തിലൊന്നും പഠിക്കുന്നില്ല, അവർക്ക് പഠിക്കാനും താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 90-ലധികം മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്ന അവരുടെ കുടുംബങ്ങളിൽ മക്കളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയ ചെറിയ ആയുധങ്ങൾ, ചെറിയ കത്തികൾ, അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന കുട്ടികൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ചിലരുടെ ഭവനങ്ങളിലുണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു.
അതൊക്കെ പോക്കറ്റിലിട്ടാണ് അവർ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നത്. ആ കുട്ടികളുടെ ആക്രമണവാസന വിട്ടുപോകാൻ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതാനും ചില സാക്ഷ്യങ്ങൾ. ലീലാമ്മ ഈങ്ങാപ്പുഴ. 5 മാസമായിട്ട് എൻ്റെ കൈക്ക് മരവിപ്പും വേദനയുമായിരുന്നു. സ്ഥിരമായി മരുന്നെടുക്കാനാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഞാൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിലെ ഡിസംബർ മാസത്തിലെ ധ്യാനത്തിലെ ആരാധന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ബിജുവച്ചൻ ആരാധന മധ്യേ പറഞ്ഞു, കൈക്ക് മരവിപ്പും വേദനയുള്ള 3 പേർക്ക് സൗഖ്യം ലഭിക്കുന്നുവെന്ന്. ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇപ്പോൾ എൻ്റെ കൈക്ക് വേദനയും മരവിപ്പുമില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഇത് കൂടാതെ എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്നു. സുഖപ്രസവം ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. സുഖപ്രസവം ലഭിച്ചൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈ 2 അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് നീതു റോയ്. ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി മെഡിക്കൽ ചെയ്തപ്പോൾ പാസ്സാകാൻ സാധിച്ചില്ല. വിശുദ്ധ യൂദാസ്ലീഹായുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ജൂബിലി ധ്യാനകേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യം നൽകാമെന്ന് നേരുകയും ചെയ്തു. വിശുദ്ധ യൂദാസ്ലീഹായുടെ മധ്യസ്ഥയിൽ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുകയും മെഡിക്കൽ പാസ്സാവുകയും ചെയ്തു. ഈശോയ്ക്ക് നന്ദി. നീതു റോയ്, വാനിക്കര. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് മോളി. എൻ്റെ ചേച്ചിയുടെ സർജറിക്ക് വേണ്ടിയും മക്കളുടെ MOH പരീക്ഷ വിജയത്തിനും മെഡിക്കൽ പാസ്സാകുന്നതിനും വേണ്ടി ഞാൻ വിശുദ്ധ യൂദാസ്ലീഹായുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ജൂബിലി ധ്യാനകേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യം നൽകാമെന്ന് നേരുകയും ചെയ്തു. എൻ്റെ ചേച്ചിയുടെ സർജറി വിജയകരമായി പൂർത്തിയായി. എൻ്റെ മകൾ മെഡിക്കലും MOHും പാസ്സാവുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. മോളി, കാക്കവയൽ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ജോസഫ് ഈങ്ങാപ്പുഴ. എൻ്റെ മകൻ കാനഡയിൽ പഠനത്തിന് പോയതായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടാൻ ഒരു പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല. അതുകൊണ്ട് പരീക്ഷ പാസ്സാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. ഈ പരീക്ഷ ആദ്യ ചാൻസിൽ തന്നെ നല്ല മാർക്കോടെ പാസ്സാകാൻ നിയോഗം വെച്ച് ചൊവ്വാഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യ ചാൻസിൽ പാസ്സായാൽ ദൈവമഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. 5 ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യ ചാൻസിൽ തന്നെ നല്ല മാർക്കോടെ മകൻ പരീക്ഷയിൽ പാസ്സായി. പരീക്ഷയിൽ വിജയം നൽകിയ ഈശോയ്ക്ക് 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസിനും വിശുദ്ധ യൂദാസ്ലീഹായ്ക്കും നന്ദി പറയുന്നു. ജോസഫ് ഈങ്ങാപ്പുഴ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അൽഫോൻസ വർഗീസ് ഈങ്ങാപ്പുഴ. ഞാൻ എഴുതിയ എക്സാമിന് ഞാൻ പ്രതീക്ഷിച്ചതിലും മാർക്ക് കിട്ടി വിജയിപ്പിച്ചതിനും എൻ്റെ മൂത്ത മകൾ സീരിയസായി ആശുപത്രിയിലായിരുന്നു. എന്നാലും 2ാം ദിവസം ഡിസ്ചാർജ് ആവുകയും രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുകയും ചെയ്ത ഈശോയ്ക്കും മാതാവിനും വിശുദ്ധന്മാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഞങ്ങളുടെ മകൾ അയർലൻഡിൽ ജോലി ചെയ്യുന്നു. മകൾക്ക് സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുവാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകണമായിരുന്നു. ആ ടെസ്റ്റ് ആദ്യം എഴുതി 3 വിഷയം തോറ്റുപോയി. പിന്നെയുള്ള ലാസ്റ്റ് ചാൻസിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വചനം പറഞ്ഞു തരികയും ചെയ്തു. ആ വചനം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ ഇവിടെ വന്ന് 3 ചൊവ്വാഴ്ച കുർബാനയിൽ നൊവേനയിലും പങ്കെടുക്കാമെന്ന് നേർച്ചേരുകയും ചെയ്തു. തൽഫലമായി വളരെ അത്ഭുതകരമായി ഞങ്ങളുടെ മകൾക്ക് എല്ലാ വിഷയങ്ങൾക്കും പാസ്സാകാൻ സാധിച്ചു. ഈശോയ്ക്ക് മാതാവിനും അന്തോണീസ് പുണ്യാളനും വിശുദ്ധ യൂദാസ്ലീഹായ്ക്കും 1000 നന്ദി. ഷാലി സ്റ്റീഫൻ ചമ്മൽ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഞാൻ ഡോമി സണ്ണി ചമ്മൽ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ സാക്ഷ്യങ്ങൾ: എനിക്കും ഭർത്താവിനും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. എൻ്റെ മൂത്ത മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നു. എൻ്റെ 2 പെൺമക്കൾക്കും ജോലി ലഭിച്ചു. എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരികെ ലഭിച്ചു. എൻ്റെ അമ്മയ്ക്ക് അധികം കഷ്ടപ്പെടുത്താതെ നല്ല മരണം ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ എനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. സോമി സണ്ണി ചമ്മൽ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല നലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ,
തിരുമുഖമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാപിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിച്ചവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും